നമ്മുടെ തെഹൽക്ക സാമൂലച്ച അറിഞ്ഞോ? ലോകത്തിലെ ഒരു മഹാഭീകര രാജ്യം ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. രാജ്യം ഏതാണെന്നറിയോ? ഖത്തർ. എന്നും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന അതൊരു ഭീകര രാജ്യമാണെന്ന് ഇവിടുത്തെ കുറച്ച് തീവ്രസംഖികൾ നമ്മുടെ സാമൂലച്ചൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ആവേശം കൊണ്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നവർ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. വളരെ ധീരദേശാഭിമാനിയും കടുത്ത ദേശീയവാദിയും രാജ്യത്തോടെല്ലാ കൂറും താല്പര്യവുമുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഖത്തർ അമീർ $10 ബില്യൺ നമ്മുടെ രാജ്യത്ത് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. അമേരിക്കയെക്കുറിച്ച് അറിഞ്ഞായിരുന്നോ? ഇവിടെ ടെസ്ലയുടെ കാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ എലോൺ മാസ്കിനെ വിളിച്ച് നമ്മുടെ ഫ്രണ്ട് നെഞ്ചത്തടിച്ചങ്ങ് കരഞ്ഞു. ഇന്ത്യയിൽ പോകുന്നോ? അത് അമേരിക്കയെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ്, അങ്ങനെ ചെയ്താൽ ഞാൻ പുണങ്ങും എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ഈ ഭീകര രാജ്യം ഈ കടുത്ത പണി നമ്മുടെ രാജ്യത്ത് ചെയ്യാനൊരുങ്ങുന്നത്. അതുകൊണ്ട് നിർബന്ധമായും മാത്യു സാമുവൽ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യണം. ഈ ഖത്തർ ഇത് നിക്ഷേപിച്ചാൽ ഇന്ത്യയിൽ പോകുന്ന വ്യതിയാനവും പോപ്പുലർ ഫണ്ടുകാരും സുഡാപ്പികളുമൊക്കെ അടങ്ങുന്നവർ ഖത്തറിൻ്റെ നിക്ഷേപവുമായി സഹകരിക്കുകയും ഭയങ്കര അട്ടിമറി നടക്കുകയും ചെയ്യുന്നതിൻ്റെ കഥ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലും യൂറോപ്പിലുമൊക്കെ പോയപ്പോൾ കണ്ടതും, പിന്നെ പല കുറ്റാന്വേഷണ ഏജൻസികളുമായി ഫെഡറൽ ഏജൻസി അമേരിക്കയുടെ ആ ഏജൻസിയുമൊക്കെയായി താങ്കൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് കാച്ചണേ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഖത്തർ എന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യം അവർ നിലപാടുകളുടെ ഒരു ചുണക്കുട്ടന്മാരാണ്. രാജ്യത്തിൻ്റെ വലിപ്പച്ചെറുപ്പത്തിലല്ല, ഒരു കാര്യം നടത്തുന്നതിനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവുമാണ് അവരെ മിഡിൽ ഈസ്റ്റിൽ തലയെടുപ്പുള്ളവരാക്കിയത്. പണ്ട് ട്രംപ് മച്ചമ്പി പോകുന്ന സമയത്ത് അൽ ജസീറയുടെ ഹെഡ് ഓഫീസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു രോമം കൊഴിഞ്ഞു പോകുന്ന പ്രാധാന്യം പോലും അവർ അതിന് കൊടുത്തില്ല. അതിന് ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാവരും അടുത്തുള്ളവരെല്ലാവരും പുണങ്ങി. അവർക്ക് പാല് നിഷേധിച്ചു, മുട്ട നിഷേധിച്ചു, പച്ചക്കറി നിഷേധിച്ചു, പിന്നെ വ്യോമപാത നിഷേധിച്ചു, പലതുമൊക്കെ ചെയ്തപ്പോൾ നമ്മൾ സാധാരണ ഈ വായിൽ തുപ്പുന്ന ആ തുപ്പലുണ്ടല്ലോ, അതെവിടെയൊക്കെ തുപ്പിയെന്ന് നമ്മളോട് ചോദിച്ചാൽ അറിയാനൊക്കില്ല. അത്രമേൽ മറന്നു പോകത്തക്ക വിധം അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് ഏറ്റവും മുന്തിയ ഇനം പശുക്കൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിറങ്ങി അത് തനിയെ ചുരത്തി പിഴിയാതെ തന്നെ പാല് പാത്രത്തിൽ വീഴുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടാക്കി അവർ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ ഫിഫ വേൾഡ് കപ്പ് കൊണ്ടുവന്ന് ഈ എതിർത്തവരെ എല്ലാവരെയും വേദിയിലിരുത്തി ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായി കള്ളുകുടിയും കൂത്താട്ടവും ഒന്നുമില്ലാതെ മനോഹരമായ ഒരു ഫുട്ബോൾ അനുഭവം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അന്നൊക്കെ നമ്മുടെ മാത്യു സാമുവലൊക്കെ എന്തു പെടയായിരുന്നു, എന്തു ബഹളമായിരുന്നു, എന്തു വീഡിയോ ചിത്രീകരണമായിരുന്നു. കളി കാണാൻ ആളില്ലേ, ഖുർആൻ എടുത്ത് പുറത്ത് കളഞ്ഞേ, അതുപോലെ തന്നെ അതോ കടലിലേക്ക് ഒഴുകിപ്പോന്നേ, അവിടെ ഫുട്ബോൾ കളി പരാജയപ്പെട്ടേ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു വീമ്പളക്കലായിരുന്നു. മാത്യു സാമുവൽ പിന്നെ ഇളക്കുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. എന്നാലും അത് കണ്ട് ഇളകിപ്പോകുന്ന കുറേ പേരുണ്ട്. മാത്യു സാമുവലച്ചായം പറയുന്നത് ശരിയാണെന്നും പറഞ്ഞു. പിന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധം വന്നപ്പോൾ നിലപാട് സ്വീകരിച്ചു. അവർ ഫലസ്തീനോടൊപ്പം ഉറച്ച നിലപാട് സ്വീകരിച്ചു. ലോകം അവരെ അംഗീകരിച്ചു അന്തസ്സുള്ള മധ്യസ്ഥനാണെന്ന്. ഒടുവിൽ അവരുടെ കൂടി മധ്യസ്ഥതയിലാണ് ഇപ്പോൾ അവിടെ ഒരു സമാധാന കരാറും മറ്റുമൊക്കെ ഉണ്ടാക്കിയത്. അവരെക്കുറിച്ച് ഒരു ദേശീയ നേതാവ് ഇട്ട പോസ്റ്റാണ്, ഐ റിപ്പീറ്റ്, ഖത്തർ ഈസ് എ ടെററിസ്റ്റ് സ്റ്റേറ്റ്. They fund almost all the major terrorist organization and this act is nothing but a revenge for supporting Israel. High time India should start acting like US. യുഎസിനെ പോലെ ഇന്ത്യ ഖത്തറിനെതിരെ പ്രവർത്തിക്കണമെന്നാണ് വലിയൊരു സംഖ്യ ഇട്ട ഒരു പോസ്റ്റാണ്. സിൻഹ എങ്ങനെ പ്രവർത്തിക്കണമെന്നാ? US പ്രവർത്തിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ആളുകളെ മുഴുവൻ ഫ്ലൈറ്റിൽ കയറ്റി കൈകാലുകൾ ബന്ധിച്ച് ഇവിടെ കൊണ്ടിറക്കിയിട്ട് പോകണമെന്നും തീരുവ കൂട്ടണമെന്നും കിട്ടുമ്പോഴൊക്കെ നമ്മളെ അപഹസിക്കണമെന്നും നമുക്ക് എത്രയോ ബില്യൺ രൂപ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോലെയൊക്കെ ചെയ്യണമെന്നും ഒക്കെയാണ് പ്രഖ്യാപിച്ചത്. എല്ലാവരും ആവേശപൂർവ്വം നിന്നതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഭീകര രാജ്യം എന്ന് പറഞ്ഞ രാജ്യമുണ്ടല്ലോ, അവർ $10 ബില്യൺ ഭാരതത്തിൽ നിക്ഷേപിക്കാൻ പോകുന്നു. കുറച്ച് ഭാരതീയരായ ആളുകൾക്ക് ജോലി കിട്ടും, നമ്മുടെ നാടിൻ്റെ GDP വർദ്ധിക്കും, ബൈലാറ്ററൽ ബന്ധങ്ങൾ ശക്തമാവും, അവരുമായുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമാണെന്നും എല്ലാ രാജ്യാന്തര ബഹുമാനങ്ങളോടും കൂടിയാണ് പ്രധാനമന്ത്രി തമീമിനെ രാഷ്ട്രപതിയുടെ പിന്നെ അഭിവാദ്യം സ്വീകരിക്കലും ഔദ്യോഗിക വിരുന്നും ഒക്കെ നടത്തിയത്. ആ ഭീകര രാജ്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മാത്യു സാമുവലിനോടാണ്.
നല്ലപോലെ പഠിക്കണം. ഈ 10 ലക്ഷം രൂപ എവിടെയാണ് ചെലവഴിക്കാൻ പോകുന്നത്, കേരളത്തിലെ ഏതെങ്കിലും കപ്പലിൽ കൊണ്ടുവന്ന് തീരദേശത്ത് തീവ്രവാദികൾക്ക് കൊടുക്കുവാണോ എന്നൊക്കെ പഠിച്ചിട്ട് ഒരു വീഡിയോ ഇടണം. വിഷമിക്കണ്ട, ഇത് പഴയ ഖത്തറല്ല. നിങ്ങൾ പറഞ്ഞ ഖത്തറങ്ങ് കടലിൽ ഒഴുകിപ്പോയി. ഇപ്പം മുസ്ലിം രാജ്യമൊന്നും അല്ലാത്ത എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ള, നിങ്ങൾ പറഞ്ഞതുപോലെ യൂറോപ്പിലെ ഫുട്ബോൾ പ്രേമികളൊക്കെ തെരുവിലൂടെ നടന്ന് കൂത്താടുന്ന പുതിയ ഖത്തറാണെന്ന് കരുതി പറഞ്ഞാൽ മതി. പറയണേ, കാത്തിരിക്കുന്നു.